കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൈബ്രേഷൻ മോഷന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ആക്ച്വലി കുറച്ച് ഡെറിവേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്തു. അത് അപ്പൊ അതില് നിങ്ങൾ ഇന്നലെ നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി എല്ലാം ജസ്റ്റ് ലൈക്ക് എവറി ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് വി സ്റ്റാർട്ട് വിത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. വൈബ്രേഷൻ മോഷന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. മറ്റേതായ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ ടേക്ക് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ട്രാൻസ്ലേഷൻ മോഷന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത് സോൾവ് ചെയ്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും. വേവ് ഫംഗ്ഷൻ കിട്ടുക, അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും. Once you find out the wave function, you find from that you can find out what is the energy of the system. സിസ്റ്റത്തിന് എനർജി നമുക്ക് കിട്ടും. ബേസിക്കലി എല്ലാത്തിലും നമ്മൾ ഇതാണ് ചെയ്യുന്നത്, വേവ് ഫംഗ്ഷൻ എടുക്കുക, സോൾവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ or corresponding to that system, and from that you get the energy of the system. വേവ് ഫംഗ്ഷൻ കിട്ടുക, എനർജി കിട്ടുക. ബേസിക്കലി ഇത് ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ പാർട്ടിക്കിളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കേസ്. അപ്പൊ വൈബ്രേഷൻ മോഷന്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് V=12 k(x²). ഓർക്കുക, നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ ചെയ്തപ്പോൾ വൈബ്രേഷൻ എനർജി 0 ആയിട്ട് എടുത്തു. അതായത് ഫ്രീ പാർട്ടിക്കിൾ എന്ന് നമ്മൾ കൺസെപ്റ്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പൊ ട്രാൻസ്ലേഷൻ മോഷനിൽ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു ഫോഴ്സ് ഫീൽഡും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വൈബ്രേഷൻ മോഷനിൽ നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ വൈബ്രേഷൻ സിസ്റ്റത്തിന്റെ ഫോർ എ സിസ്റ്റം എക്സിക്യൂട്ടിംഗ് വൈബ്രേഷൻ മോഷൻ, ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ k(x²) ആണ്. അതായത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വൈബ്രേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി V എന്ന് പറയുന്നത് ½ k(x²) ആണ്. അപ്പൊ ഇവിടെ k എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ്, ഹുക്സ് ലോയിലെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ k(x²) ആണ് ഇക്വേഷൻ. ഇനി വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ that is equal to √k/m. K again is a force constant, m is a mass of the vibrating particle, and the omega, that is a vibration frequency, can also be given by the equation 2πν. Omega എന്ന് പറയുന്നത് വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതിന്റെ മറ്റൊരു ഇക്വേഷൻ 2πν ആണ്. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി, but 2π into ന്യൂ will give the vibrational frequency. അപ്പോൾ √k/m ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, വൈബ്രേഷൻ ഫ്രീക്വൻസി കിട്ടും. Or you can substitute 2πν, so that you get omega. So √k/m is equal to 2πν. അപ്പൊ അതിൽ നിന്ന് from that you get k is, ഇതിൽ നിന്ന് k എന്തായിരിക്കും, റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ k/m is equal to 4π² ν². അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. So from that V is, അപ്പൊ ഇതിൽ നിന്ന് k ക്ക് വരാം, in place of k substitute this term, k ക്ക് വരാം നമുക്ക് ഇവിടെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി V is equal to 2π² ν² mx². ഇത് 1/2 ഉണ്ട്, അപ്പോൾ 4/2 gives 2. അപ്പൊ അങ്ങനെ V is equal to 2π² ν² mx². അത് ഇക്വേഷൻ 1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ടേക്ക് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വൺ ഡയമെൻഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് നമ്മൾ എല്ലാ കേസിലും ആദ്യമേ എടുക്കുന്നത്. അതായത് 3 ഡയമെൻഷൻ ആദ്യം കൺസിഡർ ചെയ്യില്ല, എല്ലാത്തിലും നമ്മൾ 1 ഡയമെൻഷൻ ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. സോ ടേക്ക് ദ 1 ഡയമെൻഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പൊ അതിൽ y ടേം z ടേം ഇല്ല. So because it is 1 dimension, it's only in the x direction. Assume that the particle is vibrating only in the x direction. One dimensional vibration motion ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ you take this one. അപ്പൊ ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. From that
അപ്പോൾ d square psi by dx square plus 8 pi square by h square E is the energy of the particle minus V. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. So instead of V you substitute this one. V ക്ക് പകരം ഈ ടേം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Into psi is equal to 0. This is the Schrodinger equation for one dimensional motion. One dimensional vibrational motion Schrodinger equation ആണ് ഇത്. ഇനി നമുക്ക് ഇവിടെ psi എന്താണെന്ന് കിട്ടണം. അതായത് ഇതിനെ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യുന്നതാണ് പിന്നെ അടുത്തുള്ള സ്റ്റെപ്സ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് യു മൾട്ടിപ്ലൈ ദിസ്, ഈ ബ്രാക്കറ്റുള്ള ഇത് വെച്ച് 8 pi square by h square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കംപ്ലീറ്റ് രണ്ട് ടേംസിനെയും ഇത് വെച്ച് ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ. So we get 8 pi square by h square into E minus 16. 8 into 2, 16. Which we will get this one into psi is equal to 0. ഇവിടെ നോക്കി കഴിഞ്ഞാൽ this term is actually a square. 16 എന്ന് പറയുന്ന 4 സ്ക്വയർ ആണ്. പൈ റേസ് ടു 4 എന്ന് പറയും പൈ സ്ക്വയറിന്റെ സ്ക്വയർ ആണ്. ന്യൂ സ്ക്വയർ, പിന്നെ എം സ്ക്വയർ ആൻഡ് എച്ച് സ്ക്വയർ, ഇതെല്ലാം സ്ക്വയർ ടേംസ് ആണ് ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ സ്ക്വയർ ആക്കി എഴുതാം. അപ്പൊ d square psi by dx square 8 pi square m by h square into E minus ഇതിനെ സ്ക്വയർ ആക്കി എഴുതും 4 pi square new m by h whole raised to 2 into x square. x square പുറത്തുള്ള into x square into psi is equal to 0. ഇനി അടുത്ത ടേം നമ്മൾ രണ്ട് ടേംസ് നമ്മൾ ഉണ്ടാക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നു, ഈ സെക്കൻഡ് ടേമിനെ നമ്മൾ ഓൾ ടുഗദർ ബീറ്റ എന്ന് പറയുന്നു. അപ്പൊ ഇതിന് ഇവിടെ ഈ ടേമിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽഫ, ഇതിന് വരെ ഇവിടെ ബീറ്റ. അപ്പൊ ഇത് ബീറ്റ സ്ക്വയർ വരും. So you get d square psi by dx square plus alpha minus beta square into x square into psi is equal to 0. ഇതായിരിക്കും അടുത്ത ഇക്വേഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. യു സബ്സ്റ്റിറ്റ്യൂട്ട് y is equal to root beta x. ഇവിടെ വരെ ഓക്കെയാണ്. ഇവിടെ വരെ നമുക്ക് ഇവിടെ രണ്ട് ടേം കിട്ടി. നമുക്ക് ഒന്നിനെ ആൽഫ എന്ന് മറ്റേതിനെ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്തത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇവിടെ ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കണം. y is equal to root beta x എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. y is equal to root beta x എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ if you take this one, this equation, this is a dimensional equation. Equation dimensional ഉണ്ട്. കാരണം ആൽഫ ബീറ്റ ഈ ടേംസിനെല്ലാം എക്സ് എന്ന് പറയുന്ന ഡയമെൻഷനുള്ള ടേംസ് ആണ്. ഡി എക്സ് എന്നുള്ള പൊസിഷൻ, എക്സ് ആണ് പൊസിഷൻ ആണ്. അപ്പൊ ഡി എക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അപ്പൊ ഇതെല്ലാം ദീസ് ആർ ആക്ച്വലി ഡയമെൻഷനുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു ആൾജിബ്രിക് ഇക്വേഷൻ പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്രോക്സിമേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ നെഗ്ലിജിബിൾ കേസ് യു ക്യാൻ നെഗ്ലെക്ട്, ഒരു ടേം നെഗ്ലെക്ട് ചെയ്യാൻ അങ്ങനെ ഒന്നും ഇവിടെ നമുക്ക് ഒരു അപ്രോക്സിമേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തുന്നു. y is equal to root beta x എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടെ ചെയ്യുന്നു. നിങ്ങൾ ഇതിന്റെ ഡയമെൻഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫയുടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, ചെക്ക് ചെയ്ത് നോക്കാൻ ആൽഫയുടെയും ബീറ്റയുടെ ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബീറ്റയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ റേസ് ടു -2 കേട്ടോ, സെന്റിമീറ്റർ റേസ് ടു -2 അല്ലെങ്കിൽ മീറ്റർ റേസ് ടു -2 ഉള്ള ഒരു ഡയമെൻഷൻ ആണ് ഇതിന്റെ ഡയമെൻഷൻ. മീറ്റർ റേസ് ടു -2 വരും. അപ്പൊ റൂട്ട് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ റേസ് ടു -2ന്റെ റൂട്ട്, ദാറ്റ് ഈസ് മീറ്റർ പെർ മീറ്റർ, മീറ്റർ റേസ് ടു -1 പെർ മീറ്റർ എന്ന് വരും. അപ്പൊ ഇത് പെർ മീറ്റർ ആണ്. എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പൊസിഷൻ, അഗൈൻ മീറ്റർ അത് വരും. അപ്പൊ മീറ്റർ ഇൻറ്റു പെർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ബൈ മീറ്റർ എന്ന് പറയും. സോ ദാറ്റ് ബിക്കംസ് ഡയമെൻഷൻലെസ് 1 എന്ന് പറയും. അപ്പൊ y എന്ന് പറയുന്ന ഈ ടേം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം yക്ക് ഡയമെൻഷൻ ഇല്ല. എക്സിന്റെ ഡയമെൻഷൻ ഉണ്ട്, പക്ഷെ y എന്ന് പറയുന്ന ഈ ടേമിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ഒന്ന് ആക്കി കിട്ടാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ y is equal to root beta x എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് x is equal to y by root beta, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും dy by dx എന്ന് പറയാം. dy by dx is equal to root beta എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മൾ എല്ലാത്തിലും ഇനി എക്സിന് പകരം y ആണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ് മാറ്റി y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dx മാറും. അവിടെ dx ന് പകരം dy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് dx എന്ന് പറയുന്നത് dy by root beta.
സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ dx square is equal to dy square by beta. Root beta into root beta. അപ്പോൾ ബീറ്റ വരും. അപ്പൊ അതിൽ നിന്ന് d square psi by dx square എന്ന് പറയുന്നത് എന്തായിരിക്കും? dx square എന്താണ്? ഇതാണ് dx square എന്ന് പറയുന്നത് dy square by beta ആണ്. അപ്പോൾ dx square വരാൻ dy square by beta ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ d square psi by dx square എന്ന് വരാൻ dy square by beta. That you get. അപ്പോൾ dy square by beta എന്ന് പറയുന്നത് dy square by beta എന്ന് പറയും. അപ്പൊ ഇനി ഇതിനെ ബീറ്റ മുകളിലോട്ട് വരും, ന്യൂമറേറ്ററിലോട്ട് വരും. സോ ബീറ്റ ഇൻറ്റു dy square by d psi square by dy square. So this is actually അപ്പോൾ d square psi by dx square എന്ന് പറയുന്നത് y ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ബീറ്റ ഇൻറ്റു d square psi by dy square. അപ്പൊ ഇവിടെ ഈ ടേമിന് പകരം ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈക്ക് എക്സിന് പകരം can substitute this one. എക്സിന് പകരം ഇത് റൂട്ട് ബീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ you get this equation get rearranged to beta into d square psi by dy square plus alpha into beta square y square by beta into psi is equal to 0. അപ്പൊ നോക്കാം, ഇവിടെ ഒന്നിലും dx ഇല്ല, ഇനി എല്ലാത്തിലും dy ആണ്. There's no dx term here. Instead of that we have dy. But എല്ലാ ഇവിടെ dy. ഇനി ഇവിടെ കൊണ്ട് dx എഴുതരുത്, dx എഴുതാൻ തെറ്റാണ്. എല്ലാത്തിനും പകരം ഇനി കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. y is equal to root beta x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്തു. അപ്പൊ ഇനി ഇവിടെ x എന്ന് പറഞ്ഞ ഒരു ടേം വരാൻ പാടില്ല, ഇവിടെ മുഴുവൻ y ടേംസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ബീറ്റ സ്ക്വയർ ആണ്, ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ ബീറ്റ ഉണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ഒരു ബീറ്റ ആയിട്ട് മാറും. സോ ദിസ് ബിക്കം ബീറ്റ ഇൻറ്റു d square psi by dy square plus alpha minus ഇത് ബീറ്റ, ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇത് ബീറ്റ y square into psi is equal to 0. ഇതിനെ നമ്മൾ ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ബീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ബീറ്റ ബൈ ബീറ്റ 1 വരും, ഇത് ആൽഫ ബൈ ബീറ്റ വരും. സെക്കൻഡ് ടേമിനെ ബീറ്റ ബൈ ബീറ്റ, ഈ ടേം ക്യാൻസൽ ചെയ്ത് വരും. ദിസ് ഈക്വൽ ടു 0 ഇതായിട്ട് മാറും. ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ ചെയ്യാൻ പോകണം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ ഇമ്പോർട്ടന്റ് കേസ് എന്ന് പറയുന്നത് വേരിയബിൾ y ഈസ് ഡയമെൻഷൻലെസ്. y എന്ന് പറയുന്ന വേരിയബിളിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് എ പ്യൂർലി ആൾജിബ്രിക് ഇക്വേഷൻ. ഈ ഇക്വേഷന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഇതൊരു ആൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. Because it has no dimension. It is purely algebraic. ഇപ്പൊ ഇവിടെ നമുക്ക് അപ്രോക്സിമേഷനും ബാക്കി ഡിറക്ഷൻസ് ഒക്കെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിന് ഡയമെൻഷൻ ഇല്ലാത്ത ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ചെയ്തത്, y is equal to root beta x ആക്കാൻ പോയത്. കാരണം ഈ ഇക്വേഷൻ ഡയമെൻഷൻ ഇല്ല, പക്ഷെ x എന്ന് പറയുന്ന ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ ഡയമെൻഷൻ ഉണ്ട്, പക്ഷെ y ടേംസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് അത് ആൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് അതിനെ റേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ എടുക്കുന്നു. അസ്യൂം ദാറ്റ് y ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ആൽഫ ബൈ ബീറ്റ. അതായത് ഈ y എന്ന് പറയുന്നത് ആൽഫ ബൈ ബീറ്റയെക്കാളും വളരെ കൂടുതലാണെന്ന് അസ്യൂം ചെയ്യും. Assume that y is much greater than alpha by beta. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഡയമെൻഷൻലെസ് ഇക്വേഷൻ ആക്കി മാറ്റിയത്. മറ്റേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡയമെൻഷൻ ഉള്ള കാരണം y is greater than alpha by beta എന്നൊന്നും നമുക്ക് അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആൾജിബ്രിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അസ്യൂം ചെയ്യുക, y ആൽഫ ബൈ ബീറ്റയെക്കാളും കൂടുതലാണ്, വളരെ കൂടുതലാണെന്ന് ഒരു അസ്യൂം ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ y square will be much greater. അപ്പൊ അങ്ങനെയാണെങ്കിൽ you can in such cases you can neglect alpha by beta. ആ കേസിൽ നമുക്ക് ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്ന ടേംസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ അവിടെ ആൽഫ ബൈ ബീറ്റ ഇല്ലാതെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ഫോം. അതായത് ഇതിൽ നിന്ന് ആൽഫ ബൈ ബീറ്റ നമ്മൾ എടുത്തു കളഞ്ഞു. അത് സ്പെഷ്യൽ കണ്ടീഷൻ മാത്രമാണ്. ആൽഫ ബൈ ഈ y എന്ന് പറയുന്ന ആൽഫ ബൈ ബീറ്റയെക്കാളും വളരെ കൂടുതലാണ് എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് ആ സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രം ആണ് ഇക്വേഷൻ മറ്റേ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വാല്യൂ, അതായത് ആൽഫ ബൈ ബീറ്റ കളഞ്ഞ ആ ഇക്വേഷൻ നമ്മൾ, അതായത് ഈ ഇക്വേഷൻ 8 വാല്യൂഡ് ആവും. അപ്പൊ അവിടെ ആൽഫ ബൈ ബീറ്റ ഇല്ല, ബിക്കോസ് y is much greater than ആൽഫ ബൈ ബീറ്റ. ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, കാരണം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഇതിന്റെ ഓൾറെഡി സൊല്യൂഷൻ ഉണ്ട്. ഈ ടൈപ്പ് ഇക്വേഷന്റെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi is equal to e raised to plus or minus y square by 2. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇക്വേഷൻ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈ ഇതിനെ നമുക്ക് ഇതായിട്ട് മാറ്റണം. അതായത് ഇത് തന്നെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോവാ. അതിനെ ഇതിനെ നമ്മൾ തിരിച്ച് ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റിയ ദിസ് ഇസ് ദ സൊല്യൂഷൻ. ഇതിന്റെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇതാണ് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പൊ നമ്മൾ കൺഫേം ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം y വെച്ച് ഡിഫറൻഷിയേറ്റ്, എക്സ് വെച്ചിട്ടല്ല, അവർക്ക് y വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. കാരണം ഇതിൽ എക്സ് ടേംസ് ഒന്നുമില്ല. അപ്പോൾ d psi by dy ഒക്കെ ആദ്യം e raised to x ന്റെ ഡിഫറൻഷ്യൽ, e raised to x ന്, പിന്നെ ഇതിന്റെ y square by 2 ന്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ഓർ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് y സ്ക്വയറിന്റെ 2y ബൈ ഇവിടെ 2 ഉണ്ട്, 2y by 2. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. സോ പ്ലസ് ഓർ മൈനസ് y ഇൻറ്റു e raised y ഇൻറ്റു e raised to പ്ലസ് ഓർ മൈനസ് y സ്ക്വയർ ബൈ 2. ഇനി ഇതിന്റെ സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദി പ്രോഡക്റ്റ് ഫോർമുല. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ d square psi by dy square. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് y കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് y കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത പ്ലസ് എന്ന് എഴുതിയിട്ട് അടുത്ത ടേംസിൽ തിരിച്ചു ചെയ്യും. അപ്പൊ ഈ ഇതിൽ വരുമ്പോൾ നമ്മൾ y ആദ്യം ഡിഫറൻഷിയേറ്റ് ഈ ടേം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ, അപ്പൊ ഈ റേസ്റ്റ്, അപ്പൊ y dy by dy 1 വരും. അപ്പൊ ഇവിടെ ഈ റേസ്റ്റ് പ്ലസ് ഓർ മൈനസ് y സ്ക്വയർ ബൈ 2 പ്ലസ്, ഇനി അടുത്ത് y കോൺസ്റ്റന്റ് ആക്കി വെക്കുക, y ഇൻറ്റു ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈ റേസ്റ്റ് പ്ലസ് ഓർ മൈനസ് y സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതിന്റെ ഡിഫറൻഷ്യൽ 2y by 2. You will get this one. For that, this will be rearranged. ഈ രണ്ട് ടേംസിലും e raised to plus or minus y square by 2 common ആണ്. That can be taken outside. So this becomes 1 plus ഇത് y square. So 1 plus or minus y square by y square plus or minus 1 ഇതായിട്ട് വരും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് y is very large. y വളരെ വലിയൊരു സംഖ്യയാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ബിക്കോസ് y is much greater compared to 1. അപ്പൊ അതിൽ നിന്ന് y എന്ന് പറയുന്നത് y സ്ക്വയർ വളരെ വലിയൊരു ഇൻഫിനിറ്റിനോട് അടുത്തുള്ളൊരു നമ്പർ ആണ്, ഇന്റിജർ ആണെങ്കിൽ അതിൽ നിന്ന് പ്ലസ് 1 അല്ലെങ്കിൽ മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ് ഹാപ്പൻസ്, സോ ചേഞ്ച് ഹാപ്പൻസ്. അപ്പൊ അതുകൊണ്ട് യു ക്യാൻ നെഗ്ലക്ട് ദിസ് വൺ. പ്ലസ് ഓർ മൈനസ് 1 നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തത്. y വളരെ കൂടുതലാണെങ്കിൽ y സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 1 is approximately equal to y square. സോ ദിസ് ഇക്വേഷൻ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് 1 നമുക്ക് കളയാം. എന്താവും? y square e raised to plus or minus y square by 2, which is y square into psi. കാരണം ഇത് psi ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് psi is equal to e raised to plus or minus y square by 2. അപ്പൊ e raised to plus or minus y square by 2 പകരം you can substitute with psi. ഇതിന് വരെ ഇവിടെ psi കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ d square psi by dy square is equal to y square psi എന്ന് വരും. ഇനി y square ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ d square psi by dy square minus y square psi is equal to 0. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ 8 ഈ ഇക്വേഷനും ഐഡന്റിക്കൽ ആണ്. സോ സൊല്യൂഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ psi is equal to e raised to plus or minus y square by 2 എന്ന് പറയുന്ന നമ്മുടെ സൊല്യൂഷൻ കറക്റ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ അത് പ്രൂവ് ചെയ്യാനൊന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി ഇവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ടേംസ് ഉണ്ട്. അപ്പൊ ഇ റേസ് ടു പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആവാം psi എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ഇവിടെ പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ ഇ റേസ് ടു പ്ലസ് വൈ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന സൊല്യൂഷൻ ആക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നു. കാരണം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പോസ്റ്റ്ലേറ്റ്സ് പറയുമ്പോൾ പറയുന്ന കേസാണ് ദ വേവ് ഫംഗ്ഷൻ psi ഷുഡ് ബി ഫൈനൈറ്റ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ്. ഫൈനൈറ്റ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു വേവ് ഫംഗ്ഷന് ഒരൊറ്റ വാല്യൂ പാടുള്ളൂ.
Wave function cannot have more than one value at a particular point. So it will be finite ആയിരിക്കണം, single valued ആയിരിക്കണം, continuous ആയിരിക്കണം. Wave function continuous ആയിരിക്കണം, ബ്രേക്ക് ഒന്നും വരാൻ പാടില്ല. അപ്പൊ അവിടെ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സൊല്യൂഷൻ ആക്സെപ്റ്റബിൾ അല്ല, പ്ലസ് വരുന്ന സൊല്യൂഷൻ ആക്സെപ്റ്റബിൾ അല്ല. കാരണം y ഇൻഫിനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ when y becomes infinity, y എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പോയി കഴിഞ്ഞാൽ ഇതെന്താ, സൈ എന്താവും, e raised to infinity ആയിട്ട് മാറും. e raised to infinity is infinity. That means psi becomes, wave function becomes infinite. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ആ ക്വാണ്ടം മെക്കാനിക്സിന് പോസ്റ്റ്ലേസ്റ്റ് പറയുന്നുണ്ട്. വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം, ഇറ്റ് കനോട്ട് ബി ഇൻഫിനിറ്റ്. വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിലോട്ട് പോകാൻ പാടില്ല, വേവ് ഫംഗ്ഷൻ എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. ഇവിടെ y ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനും ഇൻഫിനിറ്റി ആയിട്ട് പോകും. സോ ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. സോ ദാറ്റ് മീൻസ് psi is equal to the solution e raised to plus y square by 2 is not acceptable. അപ്പൊ ആ സൊല്യൂഷൻ ആക്സെപ്റ്റബിൾ ആണ്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ മൈനസ് വരുന്നത്, അതായത് psi is equal to e raised to minus y square by 2 ആക്സെപ്റ്റബിൾ ആണ് എന്ന് നോക്കും. അപ്പൊ e raised to minus y square by 2 നോക്കിക്കഴിഞ്ഞാൽ y ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും, e raised to മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ആൻഡ് e raised to minus infinity is 1 by infinity. 1 by infinity എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ സൊല്യൂഷനിൽ, സെക്കൻഡ് സൊല്യൂഷൻ മൈനസ് വരുന്ന സൊല്യൂഷനിൽ y ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ സൈഡ് വാല്യൂ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ബിക്കംസ് 0. അപ്പൊ അതുകൊണ്ട് അത് ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അവിടെ സൈ ഒരിക്കലും y എന്ത് വന്നാലും സൈ ഒരിക്കലും ഇൻഫിനിറ്റിയോട്ട് പോവില്ല. അപ്പൊ അതുകൊണ്ട് യു ക്യാൻ ടേക്ക് ദിസ് സൊല്യൂഷൻ. സോ ദിസ് ഈസ് നോട്ട് വാലിഡ്, ദിസ് സൊല്യൂഷൻ ഈസ് വാലിഡ്. അപ്പൊ അതുകൊണ്ട് ഇതിലെ പ്ലസ് ഓർ മൈനസിന് വരും യു ക്യാൻ ജസ്റ്റ് റൈറ്റ് മൈനസ്, because plus is not acceptable. So psi is equal to e raised to minus y square by 2 is an acceptable solution, but this one is not acceptable. ഇതുകൊണ്ട് ഈ സൊല്യൂഷൻ മാത്രമേ ഇവിടെ വാലിഡ് ആയിട്ടുള്ളൂ, ഇത് മാത്രമേ ആക്സെപ്റ്റ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഇവിടെ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ ചെയ്താണ്. ആൽഫ ബൈ ബീറ്റ ഈസ് മച്ച് ലെസ് ദാൻ, അല്ലെങ്കിൽ നമ്മുടെ പൈ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ആൽഫ ബൈ ബീറ്റ. ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഈ ഒരു സൊല്യൂഷൻ വാലിഡ് ആവുന്നത്. പക്ഷെ എല്ലാ കേസിലും y എപ്പോഴും ആൽഫ ബൈ ബീറ്റയെക്കാളും കൂടുതലാവണം എന്ന് ഇല്ല. സോ ആൽഫ in such cases alpha by beta cannot be neglected. ആ കേസിൽ നമുക്ക് ആൽഫ ബീറ്റ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രമാണ് ഈ ഒരു സൊല്യൂഷൻ വാലിഡ് ആവുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷനിൽ, അതായത് നമ്മുടെ ഈ ഇക്വേഷന്റെ സൊല്യൂഷനിൽ ഈ y എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഇതിനെയാണ് നിങ്ങൾക്ക് ഈ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇതിന്റെ സൊല്യൂഷനിൽ ഈ ഒരു ടേം ഉണ്ടാവണം, psi is equal to e raised to plus അല്ല മൈനസ് y square by 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അതിൽ ഉണ്ടാവണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ടേം, ഈ ഒരു ടേം അതിൽ ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi is equal to f of y e raised to minus y square by 2 ആണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇതില് ഒരു പ്രത്യേക കണ്ടീഷനിൽ ആൽഫ ബൈ ബീറ്റ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ e raised to minus y square by 2 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പറയുന്നത് ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷനിൽ ഈ ഒരു ടേം ഉണ്ടാവണം, e raised to minus y square by 2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവണം. അതിന്റെ ഒപ്പം തന്നെ ഇറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് y, ഒരു ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. f of y means a function in y, f of y into the term e raised to minus y square by 2 എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ. അപ്പൊ സ്പെഷ്യൽ കണ്ടീഷനിൽ എഫ് ഓഫ് വൈ ചിലപ്പോൾ ആൽഫ ബൈ ബീറ്റ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന കേസിൽ എഫ് ഓഫ് വൈ, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഇൻ വൈ ബിക്കംസ് 1 in such cases, so that the psi is equal to e raised to minus y square by 2. But anyway, you cannot actually in all cases you cannot neglect the term alpha by beta. So the real solution of this equation is psi is equal to f of y e raised to minus y square by 2. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. f of y means a function in y. അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ എന്ന് പറയുന്നത് you have to solve what is f of y. ഇവിടെ f of y, what is this function in y, ഇതെന്താണ് നമുക്ക് സോൾവ് ചെയ്യണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പ്രോബ്ലം. അപ്പൊ ഇതിന്റെ ഈ psi എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻ ഇതാണ്. അത് ഇതിന്റെ ഒരു ടേം നമുക്ക് കിട്ടി, e raised to minus y square by 2.
ഇനി ഈ എഫ് ഓഫ് വൈ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്ന ഇതിന് ഈ ടേം എന്താണ് നമുക്ക് കിട്ടുന്നത്. ഇനി അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ ഇക്വേഷനെ, അതായത് ഇക്വേഷൻ 11 ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് ഡി സൈൻ ബൈ ഡി വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ ആക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ അതിനെ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി ഇക്വേഷൻ 11 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൽ കൊണ്ടുപോയി നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ അഗൈൻ ഇവിടെ രണ്ട് ഇതുണ്ട്, രണ്ടും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. ഇതൊരു വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് വൈ മീൻസ് എ ഫംഗ്ഷൻ ഇൻ വൈ. ദിസ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഇൻ വൈ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഫോർമുല അഗൈൻ ഉപയോഗിക്കുക. അപ്പൊ നമ്മള് ഈ ആദ്യം ഈ എഫ് ഓഫ് വൈക്ക് വരെ ഞാൻ വെറുതെ എഫ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. വെറുതെ എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ വൈ. എല്ലാ പ്രാവശ്യം അവിടെ എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജസ്റ്റ് റൈറ്റ് ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് മീൻസ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഇൻ വൈ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ 1 മൈനസ് 1 ബൈ 2 കാരണം അത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2y പ്ലസ് ഇനി അടുത്ത് എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി എഫ് ബൈ ഡി വൈ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡി എഫ് ബൈ ഡി വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. അപ്പൊ ഇതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതില് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 കോമൺ ആണ്. അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ അതിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് മൈനസ് എഫ് ഓഫ് വൈ വരും. ഇത് മൈനസ് 1 ബൈ 2 ഇവിടെ 2y ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് 2 and 2 ദിസ് ക്യാൻസൽ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ബാക്കി വരുന്ന മൈനസ് എഫ് വൈ. ഇത് എഫ് ഓഫ് വൈ അല്ല, എഫ് ഇൻറ്റു വൈ. എഫ് ഇൻറ്റു ഈ വൈ ആണിത്. ഇത് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു വൈ ആണത് പ്ലസ് ഡി എഫ് ബൈ ഡി വൈ. ഡി എഫ് ബൈ ഡി വൈ ആയിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പൊ വീണ്ടും പ്രോഡക്റ്റ് ഫോമിൽ ഉപയോഗിക്കുക. അതായത് ആദ്യം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. രണ്ടാമത്തെ ഇതിൽ ഇത് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ. ആദ്യം ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു വൈ ആദ്യം അത് തന്നെ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇനി ഇതിന്റെ ഡിഫറൻഷ്യൽ മൈനസ് 2y ബൈ 2 അത് വരും ഇൻറ്റു ഇത് കോൺസ്റ്റന്റ്. അപ്പൊ എഫ് മൈനസ് എഫ് ഓഫ് വൈ പ്ലസ് ഡി എഫ് ബൈ ഡി വൈ പ്ലസ് ഇനി ഇത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതിലെ രണ്ട് ടേം ഉണ്ട്. അപ്പൊ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് വൈയുടെ ഡിഫറൻഷ്യൽ. ഇത് രണ്ട് ഇതും വൈയുടെ ടേംസ് ആണ്. ദിസ് എ ഫംഗ്ഷൻ ഇൻ വൈ, ദിസ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഇൻ വൈ. അപ്പൊ ഇതിനെ വീണ്ടും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രോഡക്റ്റ് ഫോമിൽ ഉപയോഗിക്കണം. ഇത് വിട്ടുപോയത്. അതുകൊണ്ട് ആദ്യം നമ്മൾ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ ഡിഫറൻഷ്യൽ ഡി വൈ ബൈ ഡി വൈ 1. അപ്പൊ മൈനസ് എഫ് മൈനസ് ഇനി വൈ ഇൻറ്റു ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിന്റെ ഡിഫറൻഷ്യൽ ഡി എഫ് ബൈ ഡി വൈ പ്ലസ്. അപ്പൊ ഇതിന് ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞു പ്ലസ് ഇനി ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ഇതിൽ ഒറ്റ ടേം ഉള്ളൂ. അപ്പൊ പ്രോഡക്റ്റ് ഫോമിൽ ഒന്ന് ഉപയോഗിക്കുന്നത് ജസ്റ്റ് രണ്ടാമത്തെ ഡിഫറൻഷ്യൽ എടുക്കുക ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ ഇതില് വീണ്ടും ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇതിൽ രണ്ടിലും കോമൺ ആണ്. അപ്പൊ കോമൺ ടേംസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കുക. ഇവിടെ 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ബാക്കി വരുന്നത് എഫ് ഓഫ് വൈ സ്ക്വയർ. ഇത് ഇവിടെ വൈ ഉണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് വൈ സ്ക്വയർ. ഇവിടെ മൈനസ് ഇവിടെ മൈനസ്, അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പൊ എഫ് ഇൻറ്റു വൈ ഇൻറ്റു ഇ വൈ ദിസ് വൈ. സോ ടോട്ടൽ വരുമ്പോൾ എഫ് വൈ സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ഇത് പ്ലസ് ഇൻറ്റു മൈനസ്. സോ മൈനസ് ഇൻറ്റു വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി വൈ മൈനസ് ഇനി ഇത് ഈ ടേം ബാക്കി അത് തന്നെ മൈനസ് എഫ് ഇൻറ്റു മൈനസ് എഫ് മൈനസ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി വൈ പ്ലസ് ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ.
ഇനി ഇതില് ഇവിടെ മൈനസ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി വൈ ഉണ്ട്, ഇവിടെയും മൈനസ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി വൈ ഉണ്ട്. അപ്പൊ ഇത് രണ്ട് കോമൺ ആണ്. രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ -2y നമുക്ക് എഴുതാൻ പറ്റും. So that is d square psi by dy square is equal to e raised to minus y square by 2. ഇത് ഈ ടേം ആണ് d square f by dy square മൈനസ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തു -2y df by dy പ്ലസ് ഇൻറ്റു ഇതില് fy square ഇതില് -f. അപ്പൊ ഇത് രണ്ടിലെ f കോമൺ ആണ്. അപ്പൊ f വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ this becomes y square minus 1. That is equation number 12. അപ്പൊ ഇതാണ് ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇതിന്റെ സൊല്യൂഷൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് ഇതെങ്ങനെ വന്നത്? ഇത് വന്നത് എവിടെന്നാ? ഈ ഇക്വേഷനിൽ നിന്നാണ് ആ ഇക്വേഷൻ കിട്ടിയത്. ഇക്വേഷൻ 12 കിട്ടിയത് ഇക്വേഷൻ 11 നിന്നാണ്. അതായത് ഇതിന്റെ രണ്ടു പ്രാവശ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇക്വേഷൻ 12 നമുക്ക് കിട്ടിയത്. ഇനി ആ ഇക്വേഷൻ 12 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 12 നമുക്ക് നമ്പർ ഇക്വേഷൻ 7 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ഇക്വേഷൻ 11 എന്ന് പറയുന്നത് d square psi by dy square എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇക്വേഷൻ 11 എന്ന് പറയുന്നത്. അപ്പൊ അതിന് d square psi by dy square ഇവിടത്തെ ഇക്വേഷൻ 7 d square psi by dy square വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ 11 കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y-ക്ക് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈക്ക് വരും. അപ്പൊ ഇക്വേഷൻ 8 കൊണ്ട് ആ ഇക്വേഷൻ 11 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് d square psi by dy square അതിന് പകരം ഈ ടേം നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയ ഇതുകൊണ്ട് ഇക്വേഷൻ 12 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് y സ്ക്വയർ ഇൻറ്റു ഇവിടെ psi ആണ്. psiക്ക് പകരം നമ്മൾ f of y e raised to minus y square by 2 എന്നുള്ള ടേംസിൽ നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഇവിടെ ചെക്ക് ചെയ്യണം. എക്സ് ടേം ഉണ്ടാവാൻ പാടില്ല, എല്ലാം y ആണ്. ഈ എക്സിന് വരെ എല്ലാം dy ടേംസ് ആണ്. എക്സിന് വരെ ഇവിടെ y ആണ്. പിന്നെ അതേപോലെ psi ടേംസ് ഇല്ല. psi ടേമിന് പകരം ഇവിടെ f ക്യാപിറ്റൽ F ടേംസ് ആണ്. f means a function in y. ഓക്കെ, അപ്പൊ ഇതില് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ psi ടേംസ് ഉണ്ടാവാൻ പാടില്ല, എക്സ് ടേംസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിക്കണം എഴുതുമ്പോ. നിങ്ങൾ ഓർക്കാതെ എല്ലാത്തിനും കൊണ്ട് സൈയും എക്സ് ഒക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം, നമ്മളത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇത്. അപ്പൊ അതുകൊണ്ട് ഇനി ഈ ഇക്വേഷനിൽ എഫ് ടേമും എക്സ് ടേംസോ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷൻ ദിസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് വീണ്ടും e raised to minus y square by ഈ ടേംസ് ഇത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതില് e raised to minus y square by 2 ഉണ്ട്. ഈ ടേം എടുത്തു കഴിഞ്ഞാൽ ഇതിലും e raised to minus y square by 2 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് e raised to minus y square by 2 നമ്മൾ കോമൺ ആയിട്ട് വീണ്ടും പുറത്തേക്ക് എടുക്കും. ഈ രണ്ട് ടേംസിലും e raised to minus y square by 2 കോമൺ ആണ്. അപ്പൊ നമ്മൾ അതിനെ എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? e raised to minus y square by 2 പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഇതിനെയും കൂടി കമ്പൈൻ ചെയ്യാം. അപ്പൊ ഇത് d square f by dy square minus 2y into df by dy plus f into y square minus 1 plus ഇവിടെ f വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക f into alpha by beta minus f into y square is equal to 0. ഇനിയും കുറച്ച് റീഅറേഞ്ച് ചെയ്യാം, കാരണം ഇവിടെ ഈ മൂന്ന് ടേംസിലും f കോമൺ ആണ്. അപ്പൊ f കോമൺ ആയതുകൊണ്ട് ഇതിലും f കോമൺ ആണ്. ഇത് f കോമൺ അല്ല, കാരണം ഇത് df by dy ആണ്, ഇത് d square f by dy ആണ്. ഇത് സെക്കൻഡ് ഡിഫറൻഷ്യൽ ആണ്, ഇത് അതിന്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആണ്. ഇവിടെ വെറും f ആണ്. ഇവിടെ f കോമൺ അല്ലേ എന്ന് ചോദിക്കരുത്, ഇത് സെക്കൻഡും ഇത് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ ഇവിടെ e raised to minus y square by 2 into ബാക്കി എഴുതാം d square f by dy square minus 2y into df by dy. ഇനി മൂന്നാമത് ഈ ഇതില് f കോമൺ ആണ്. f കോമൺ ആയിട്ട് നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ f into ബാക്കി ഇത് y square minus 1
പ്ലസ് ഇതിൽ നിന്ന് എഫ് പോയ ആൽഫ ബൈ ബീറ്റ മൈനസ് ഇതിൽ നിന്ന് എഫ് വൈ മൈനസ് വൈ സ്ക്വയർ. പിന്നെ നോക്കിയാൽ ഇവിടെ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അതും ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ബാക്കി വരുന്നത് e raised to minus y square by 2 d square f by dy square minus 2y df by dy plus f into y യും പോയി, y square പോയി. ബാക്കി വരുന്നത് ആൽഫ ബൈ ബീറ്റ മൈനസ് 1 is equal to 0. That is equation number 30. അതാണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അഗൈൻ ടു സോൾവ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ ഇത് 0 ആണെന്നാണ് പറയുന്നത്. ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഒന്നെങ്കിൽ ഇത് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആണ്, ഇതിന്റെയും പിന്നെ ഇത് ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഈ ടേമിന്റെ പ്രോഡക്റ്റ് ആണ്. അതില് ഒന്നെങ്കിൽ ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ടേം 0 ആവും, ഇത് നോൺ സീറോ ആ, ഇത് 0 ആ. അപ്പൊ 0 ഇൻറ്റു എനി നോൺ സീറോ വാല്യൂ യു ഗെറ്റ് 0 വാല്യൂ. അല്ലെങ്കിൽ ഇത് നോൺ സീറോ വാല്യൂ ആവാം, ഇത് 0 ആവും, ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഇത് മൊത്തം 0 ആവും. സോ ദാറ്റ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ മൂന്നാമത്തെ പോസിബിലിറ്റി രണ്ടും 0 ആവും, 0 ഇൻറ്റു 0. അപ്പോൾ ദാറ്റ് യു ഗെറ്റ് 0. പക്ഷെ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ ടേം, അതായത് e raised to minus y square by 2 cannot be 0. കാരണം e raised to minus y square by 2 0 ആയി കഴിഞ്ഞാൽ a ഫംഗ്ഷൻ ഇതാണ്, y is equal to f of y e raised to minus y square by 2. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. അപ്പൊ നമുക്കിവിടെ f of y എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പിന്നെ പോയത്. അപ്പൊ e raised to minus y square by 2 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് സംഭവിക്കും? What happens to our wave function if e raised to minus y square by 2 becomes 0? നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തായി? പാർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ എന്തായി? 0 ആയി. അപ്പൊ അത് പോസിബിൾ അല്ല. കാരണം വേവ് ഫംഗ്ഷൻ 0 ആയി കഴിഞ്ഞാൽ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ആണ്, പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഓൾസോ ബിക്കംസ് 0. That means everywhere. That means the particle cannot be found anywhere. അപ്പൊ പാർട്ടിക്കിൾ ഇല്ല എന്നുള്ളത് ഇതാണ്. അപ്പൊ വേവ് ഫംഗ്ഷൻ 0 ആവാൻ പാടില്ല. അതുകൊണ്ട് e raised to minus y square by 2 0 ആയി കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനും 0 ആവും. എല്ലാ പോയിന്റ്സിലും വേവ് ഫംഗ്ഷനും 0 ആയി പോകും. ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. അതുകൊണ്ട് e raised to minus y square by 2 എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. So that means this is not 0. ഇത് നോൺ 0 ആണ്. ഇത് നോൺ 0 ആണെങ്കിൽ definitely this term should be the term within the bracket, square bracket should be 0. എന്ന് പറയുമ്പോൾ ഈ ടേം 0 ആവണം. അപ്പോൾ നമ്മള് ഇതാണ് പറഞ്ഞത് e raised to minus y square by 2 cannot be 0 because in that case the whole wave function becomes 0. That is not correct. We have this one. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0. ഈ ആ ഇക്വേഷനിൽ ഇത് 0 അല്ല, അത് 0 അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ടേം ഷുഡ് ബി 0. ഈ ഇക്വേഷൻ 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ എത്തിപ്പെട്ടു. Second degree differential equation without psi or x terms, but a new differential equation which contains capital F, means f function in y and a y term. That one. Okay. ഇതിലെ വേറെ h or Planck's constant അല്ലെങ്കിൽ mass of the particle m, potential energy, total energy എന്ന് പറയുന്ന ഒരു ടേമും ഇതിലില്ല. ഇതിൽ വേറെ കംപ്ലീറ്റ്ലി പുതിയ ഒരു ഇക്വേഷൻ ആണ്. ആൽഫ ബീറ്റ ഒക്കെ ഉള്ള കംപ്ലീറ്റ്ലി എഫും വൈ ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കി, അതോടെ നിന്ന് നമുക്ക് മറ്റൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ എത്തിപ്പെട്ടു. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഈ ടൈപ്പ് ഇക്വേഷൻ ആക്ച്വലി മാത്തമാറ്റിക്സിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഈ ടൈപ്പ് ഇക്വേഷൻ മാത്തമാറ്റിക്സിലെ ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ യൂഷ്വലി കം അക്രോസ്. അപ്പൊ ഈ ടൈപ്പ് മാത്തമാറ്റിക്സിൽ ഈ ടൈപ്പ് ഇക്വേഷൻ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഈ ടൈപ്പ് ഇതൊരു ഡെഫിനറ്റ് ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ, ഈ ഒരു പാറ്റേൺ ഉള്ള ഈ ടൈപ്പ് ഇക്വേഷൻസിനെ നമ്മൾ ഒരു പ്രത്യേക പേര് വെച്ച് വിളിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഹെർമൈറ്റ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെ ഹെർമൈറ്റ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് ഇതിന് ഈ ടൈപ്പ് ഇക്വേഷനെ വിളിക്കുന്നത്. അതായത് ഈ ഒരു പാറ്റേൺ വരുന്ന ഈ ടൈപ്പ് ഇക്വേഷൻ, ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഹെർമൈറ്റ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അപ്പൊ ഇതിന് ഈ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് മാത്തമാറ്റിക്സിൽ. ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് മാത്തമാറ്റിക്സ് ഇതിന്റെ സൊല്യൂഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ. ഈ ടൈപ്പ് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് ഐ, എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൈ അല്ലെങ്കിൽ എഫ് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു, അതാണല്ലോ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു ദാറ്റ് യു വിൽ ഗെറ്റ് ദി സൊല്യൂഷൻ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ അതായത് എഫ് ഓഫ് വൈ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ സീരീസ് ആയിട്ട്, അതായത് ഒരു വൈ ഉള്ള ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. എഫ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് ഐ, നമ്മൾ എഫ് ഓഫ് ഐ എന്ന് എഴുതുന്നില്ല, അത് എഫ് എന്ന് എഴുതുന്നുള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് വൈ. എഫ് ഈസ് ഈക്വൽ ടു ഇതാണ്, അതായത് ഒരു പോളിനോമിയൽ സീരീസ്, പവർ സീരീസ് ആയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഈ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇതാണ്. അതായത് a0 പ്ലസ് a1y പ്ലസ് a2y സ്ക്വയർ പ്ലസ് a3y ക്യൂബ് പ്ലസ് a4y റേസ് ടു 4 പ്ലസ് ഇതിങ്ങനെ അവസാനിക്കില്ല, ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. a5 y റേസ് ടു 5 പ്ലസ് a6 y റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ a0 a1 a2 a3 a4 എന്നൊക്കെ പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്. ആ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ 1 2 3 ഒരു കോഎഫിഷ്യന്റ്. ഇത് ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് a0 a1 a2 a3. a0 എന്ന് പറയുന്നത് ഇവിടെ y ഇല്ല ഫസ്റ്റ് ടേമിൽ, അപ്പൊ ദാറ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് y റേസ് ടു 0. y റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ y റേസ് ടു 0 ന്റെ കോഎഫിഷ്യന്റ് ആണ് a0. ഇവിടെ y ആണ്, അപ്പൊ y റേസ് ടു 1. അപ്പൊ y റേസ് ടു 1 ന്റെ കോഎഫിഷ്യന്റ് ആണ് a1. y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a2. y ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആണ് a3. y4 ന്റെ കോഎഫിഷ്യന്റ് ആണ് a4. അതേപോലെ y റേസ് ടു 5 ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും a5. y റേസ് ടു 6 ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും a6. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇപ്പൊ ഈ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വൈബ്രേഷൻ മോഷന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് ഈ ഒരു ഇക്വേഷനിലെത്തി. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്സ് സാധാരണ ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഇക്വേഷൻസ് ആണ്, കണ്ടുകൂട്ടുന്ന ടൈപ്പ് ഇക്വേഷൻ ആണ്. ഇത് ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഉള്ള ഇക്വേഷൻ ആണ്. ഈ ടൈപ്പ് ഇക്വേഷൻസ് വിളിക്കുന്ന പേര് ഹെർമൈറ്റ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഈ ടൈപ്പ് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഓൾറെഡി മാത്തമാറ്റിക്സ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒരു പോളിനോമിയൽ സീരീസ്, അതായത് വൈയിലെ ഒരു സീരീസ് ആയിട്ട്, പവർ സീരീസ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഇതിന്റെ സൊല്യൂഷൻ പറയുന്നത്. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്തമാറ്റിക്സ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ദിസ് ഇസ് സൊല്യൂഷൻ. നമ്മൾ സാധാരണ ഈ ഇ റൈസ് ടു എക്സിനെ പറയില്ല. ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമുക്ക് ഇ റൈസ് ടു എക്സിനെ പറയാൻ പറ്റും. അതായത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് ഇ റൈസ് ടു എക്സിനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ലോഗ് എക്സിനെ അതേപോലെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമുക്ക് ലോഗ് എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ നമ്മൾ അതിനെ ഒരു ഇൻഫിനിറ്റ് സീരീസ്, ഇവിടെ നമ്മൾ എക്സ് ബൈ 1 ഫാക്ടോറിയൽ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, ഈ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ എന്നൊക്കെ പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇപ്പൊ എക്സിന്റെ ഫാക്ടോറിയൽ, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ഫാക്ടോറിയൽ 1 ബൈ 1 ഫാക്ടോറിയൽ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ബൈ 2 ഫാക്ടോറിയൽ, എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആ കേസിൽ 1 ബൈ 3 ഫാക്ടോറിയൽ, ഇ റൈസ് ടു എക്സിന്റെ കേസിൽ. അതേപോലെ നമുക്ക് ഇതിനെ പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ കോഎഫിഷ്യന്റ് ആണത്. ഈ ഫാക്ടോറിയൽ 1 ബൈ 1 ഫാക്ടോറിയൽ 1 ബൈ 2 ഫാക്ടോറിയൽ എന്നൊക്കെ കോഎഫിഷ്യന്റ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ a0 a1 a2 a3 a4 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് വൈ ഇല്ലാത്ത ഒരു ടേം, ഒരു ഇന്റിജർ ആവാം എടുക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു കോഎഫിഷ്യന്റ് ആണ് a0 a1 a2 a3 a4 എന്ന് പറയുന്ന ഒരു ടേംസ് ആണ് കോഎഫിഷ്യന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ടൈപ്പ് ഈ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ, അതായത് നമ്മൾ നേരത്തെ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ ഓൾറെഡി സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ. അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ സൊല്യൂഷൻ ഇതാണ്. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ a0 a1 a2 a3 a4 എന്താന്ന് നമുക്കറിയില്ല. കോഎഫിഷ്യന്റ് ആണ്. a0 y റേസ് ടു 0 കോഎഫിഷ്യന്റ് ആണ്. a1 y റേസ് ടു 1 ന്റെ കോഎഫിഷ്യന്റ് ആണ്.
a2 y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്താണ് അതിന്റെ വാല്യൂ, അതിന്റെ വാല്യൂ എന്താ നമുക്ക് അറിയില്ല. അപ്പൊ ഇനി അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓരോന്നിന്റെ a0, a1, a2, a3, a4 ഇതിന് ഡിഫറെന്റ് സൈസസ് ആണ്. ഓരോന്നിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റേ ചെയ്ത പോലെ തന്നെ ഇതിനെ ഈ ഇക്വേഷനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ df/dy വരും. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതായത് d²f/dy² ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് മറ്റേ ചെയ്ത പോലെ തന്നെ അതേ പാറ്റേൺ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് d²f/dy² വരും. ആ കിട്ടിയ വാല്യൂ ഇതിൽ കൊണ്ട് അപ്പൊ നമുക്ക് d²f/dy² അത് വാല്യൂ കൊണ്ടിടാം. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂ df/dy അത് ഇവിടെ കൊണ്ടിടാം. പിന്നെ ഇവിടെ ഒരു എഫ് ഉണ്ട്, എഫിന് വരാം ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ചെറിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ df/dy ഇതിനെ ഒരു പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ ഇവിടെ y ടേംസ് ഇല്ല. അപ്പൊ ഇതിന്റെ y വെച്ച് ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് കോൺസ്റ്റന്റ്, അപ്പൊ ഇത് 0. അപ്പൊ a0 df/dy വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് ബിക്കം 0, ഇത് 0 ആവും. പ്ലസ് അടുത്ത് a1 കോൺസ്റ്റന്റ് ആണ്. ഇത് ഇവിടെ ഒരു ടേം ഉണ്ട് dy ആണ്, dy/dy 1. അപ്പൊ ഇവിടെ a1 വരും. പ്ലസ് ഇത് y² ഡിഫറൻസ്, അപ്പൊ 2 into a2y പ്ലസ് 3 into a3y² പ്ലസ് 4 into a4y³ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. So that you what you get this one. a1 a0 ടേം പോയി, കാരണം അതിൽ y ടേംസ് ഇല്ല, അത് 0 ആയി ക്യാൻസൽ ചെയ്ത് പോയി. അടുത്തത് പ്ലസ് 2 into a2y. അപ്പൊ ഇത് പിന്നെ a1y, ഇതില് ആദ്യത്തെ a1 പ്ലസ് 2 into y² ഡിഫറൻസ് ചെയ്യുമ്പോൾ 2y വരും. അപ്പൊ 2 into a2y y³ ഡിഫറൻസ് ചെയ്യുമ്പോൾ 3y² വരും. 3 into a3y y³ y⁴ ഡിഫറൻസ് ചെയ്യുമ്പോൾ 4y³. അങ്ങനെ അത് തിരില്ല, അത് ഇങ്ങനെ ഇൻഫിനിറ്റ് സീരീസ് ആണല്ലോ. ഇനി വീണ്ടും രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതായത് d²f/dy² എന്ന് എഴുതും. അപ്പൊ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ y ടേംസ് ഇല്ല, ഇത് ക്യാൻസൽ ചെയ്യും, a1 പോയി, പിന്നെ ഇത് 0 ആയി, ഫസ്റ്റ് ടേം 0 ആയി. സെക്കൻഡ് ടേം 2 into a2 ആണ്, 2. അപ്പൊ ഇത് 2a2 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, 3 into 2 a3y പ്ലസ് 4 into ഇവിടെ y³ 4 into 3 a4y² പ്ലസ് അത് തന്നെയാണ് ഇവിടെ എഴുതിയത്. a1 പോയി, ഇവിടെ നമുക്ക് 2 ഇത് 2a2 ആണ്, I can write as 2 into 1 ഒരു പാറ്റേൺ വരാനായിട്ട് 2 into 1 എന്ന് എഴുതി. 2 into 1 a2. ഇനി ഇത് 3 into 2 3 into 2 ഇത് 4 into 3 a4. അടുത്തത് ഓൾറെഡി നമുക്ക് പറയാൻ പറ്റും 5 into 4. ഇവിടെ ഒരു പാറ്റേൺ കേട്ടോ, 1 2 2 1 അതിന്റെ 3 2 4 3 അടുത്ത 5 4 വരും. അങ്ങനെ നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് 1 2 3 4 5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ we have a pattern like this. അപ്പൊ ആ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ഇതാണ് എനിക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനെയും 17നെയും 16നെയും അതേപോലെ 15നെ ഈ 14ന്റെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 16 17 in equation 15 ഇക്വേഷൻ 15 അല്ല 14 ആണ് ഇവിടെ കൊണ്ട് that you get ഈ വരുന്ന ഓരോന്നും ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d²f എന്ന് വരും, ഇക്വേഷൻ ഇവിടെ കൊണ്ട് ചെയ്യുക, മൈനസ് 2y into df/dy ആണ്, df/dy വരും, ഇത് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് α/β മൈനസ് 1 into y into f വരും, f വരും, ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് യു ഗെറ്റ് ദിസ് വൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നത് ഇതില്
കുറച്ച് കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ A2 ഇവിടെ A2 വരുന്നുണ്ട്, ഇവിടെയും A2 വരുന്നുണ്ട്, ഇവിടെയും A2 വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് A2 ടേംസിനാണ് ഈ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതേപോലെ ഇവിടെ A3 വരുന്നുണ്ട്, ഇവിടെ A3 ഉണ്ട്, ഇവിടെ A3 ഉണ്ട്, അത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെ A4 ഉണ്ട്, ഇവിടെ A4 ഉണ്ട്, ഇവിടെ A4 ടേംസ് ഉണ്ട്, അതിനെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ അതുപോലെ ഇവിടെ A1 ടേംസ് ഇല്ല, ഇവിടെ A2 മുതലാണ് തുടങ്ങുന്നത്. A2, A3, A4 മുതലാണ്. ഇത് തുടങ്ങുന്ന A1 മുതലാണ്. A1, A2, A3, A4 മുതൽ. ഇത് തുടങ്ങുന്ന A0 മുതൽ. A0, A1, A2. അപ്പൊ A0 ഉള്ള ഈ ഒരു ടേമിൽ മാത്രമേ A0 ഉള്ളൂ. A1 ഉള്ളത് ഇവിടെയും ടേം ഉണ്ട്, ഇവിടെയും ടേം ഉണ്ട്. പിന്നെ A3 നോക്കി കഴിഞ്ഞാൽ ഇവിടെ A2 ഇവിടെ A2 ഉണ്ട്, ഇവിടെ A2 ഉണ്ട്, ഇവിടെ A2 ഉണ്ട്. A3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഓരോ ടേംസിന് A0 എന്ന് പറയുന്നത് എന്തിന്റെ കോഎഫിഷ്യന്റ് ആണ്? y raised to 0 കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ A0 ടേംസിനെ നമ്മൾ ഒരുമിച്ച് എടുക്കുക. A1 ടേംസ് എന്ന് പറയുന്നത് y raised to 1 കോഎഫിഷ്യന്റ് ആണ്. A1 ടേംസിനെ ഒരുമിച്ച് ആക്കുക. A2 എന്ന് പറയുമ്പോൾ y² കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ A2 ടേംസിന് കോമൺ ആയിട്ടുണ്ടായി അത് ഒരുമിച്ച് ആക്കുക. അത് അങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും. ആക്ച്വലി യു ഗെറ്റ് ഇതല്ലേ അത് ഞാൻ ചെയ്തത്. ഇതിനെ ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, 2y -2y ഉണ്ട്. അത് ഞാൻ ഇതിനെ ഒന്ന് അകത്തോട്ട് എടുത്തു. ഇത് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഈ 2y ഇത് -2y A1 -4A2y² അങ്ങനെ വരും. ഇത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 into ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട, 4 6 ഒന്നും എഴുതണ്ട. ജസ്റ്റ് മൾട്ടിപ്ലൈ ഇങ്ങനെ എഴുതി ചെയ്താൽ മതി. 2A1y plus 2 into 2 A2y plus 2 into 3 A3y plus 2 into 4 A1y അങ്ങനെ രീതിയിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 into 1 എഴുതാം. 2 into 1 A1y plus 2 into 2 A2y² plus 2 into 3 A3y³ plus 2 into 4 A4y raised to 4 അങ്ങനെ ഒരു പാറ്റേൺ ഇതിലാക്കാൻ പറ്റും. പിന്നെ ബാക്കി മൂന്നാമത്തെ ടേം കൂടി ആൽഫ ബൈ ബീറ്റ ഉണ്ട്. അതിന് ഈ ആൽഫ ബൈ ബീറ്റ ഇതിനെ അകത്തോട്ട് എടുത്തു, ഇതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആൽഫ ബൈ ബീറ്റ -1 A0, ആൽഫ ബൈ ബീറ്റ -1 A1y പ്ലസ് ആൽഫ ബൈ ബീറ്റ -1 A2y² അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു. ഇനി ഇതെന്ന് പറയുന്നത് ഇതില് ഐ ഹാവ്, അപ്പൊ ഞാൻ അത് ബ്രാക്കറ്റില് പുറത്തുള്ളതിനെ ഞാൻ അകത്തോട്ട് എടുത്ത് ചെയ്തു. അപ്പൊ ഇതില് നോക്കേണ്ട കാര്യം, ഇതില് y raised to 0 ടേംസ് ഉണ്ട്, y raised to 1 ടേംസ് ഉണ്ട്, y² ടേംസ് ഉണ്ട്, y³ ടേംസ് ഉണ്ട്, y raised to 4 ടേംസ് ഉണ്ട്. അങ്ങനെ ഒരു കുറെ ടേംസ് അങ്ങനെ വരുന്നുണ്ട്. y raised to 0 മുതൽ ഇൻഫിനിറ്റി വരെ y raised to 0, y raised to 1 ടേംസ്, y², y³ y raised to 4 അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 0. If you add all these terms, you should get the values 0. ഇങ്ങനെ വരണമെങ്കിൽ ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റൂ, ഓരോ വൈയുടെ പവറിന്റെ കോഎഫിഷ്യന്റും സെപ്പറേറ്റ് ആയിട്ട് 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ A0 ഉണ്ടല്ലോ, A0 എന്ന് പറഞ്ഞാൽ y raised to 0 കോഎഫിഷ്യന്റ്, A1 എന്ന് പറയുന്നത് y raised to 1 കോഎഫിഷ്യന്റ്, A2 എന്ന് പറയുന്ന അതിന്റെ കോഎഫിഷ്യന്റ്. ഇതിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ നമ്മൾ ഇതേപോലെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 0 കിട്ടണം. എന്നാൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അല്ലാതെ ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഓരോ വൈയുടെ പവറിന്റെ കോഎഫിഷ്യന്റ്, ഒരേ വൈയുടെ പവറിന്റെ കോഎഫിഷ്യന്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ y raised to 0 ടേം ക്യാൻ പോകും, y raised to 1 ടേം 0, y² ടേം 0, y³ ടേം 0. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി 0 ആയിരിക്കും, ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴും 0 ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് 0 ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്ന് പറയുമ്പോൾ y raised to 0 കോഎഫിഷ്യന്റ്, ഇപ്പൊ y raised to 0 എടുത്തു കഴിഞ്ഞാൽ y raised to 0 എന്ന് പറയുമ്പോൾ y ഇല്ലാത്ത ടേംസ്,
വൈ ഇല്ലാത്ത ടേംസ് ആയിരിക്കും അതിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിൽ വൈ ഇല്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? ഈ കംപ്ലീറ്റ് ഇക്വേഷനിൽ വൈ ഇല്ലാത്ത ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഈ ടേമിൽ വൈ ഇല്ല, അപ്പൊ ഇതിൽ വൈ ഇല്ല. അപ്പൊ y raised to 0ന്റെ കോയിഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരെണ്ണമാണ് y raised to 0ന്റെ കോയിഫിഷ്യന്റ് 1 into 2a2 പ്ലസ് ഇതിൽ y ഉണ്ട്, ഇതിൽ y ഉണ്ട്. പിന്നെ y ഇല്ലാത്ത വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ എന്ന് നോക്കുക. y ഇല്ലാത്ത ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പൊ ദാറ്റ് ഓൾസോ ഈസ് എ കോയിഫിഷ്യന്റ് ഓഫ് y raised to 0. അപ്പൊ ഈ y raised to 0ന്റെ കോയിഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അതേപോലെ y raised to 1ന്റെ കോയിഫിഷ്യൻസ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെയും 0 കിട്ടണം. അതേപോലെ y സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് മാത്രം എടുത്തുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും 0 കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഇക്വേഷൻ 18 can be satisfied only if the coefficient of each power of y is 0. ഓരോ വൈയുടെയും കോയിഫിഷ്യന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 0 കിട്ടണം. എന്നാൽ മാത്രമേ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിട്ട് മാറുള്ളൂ. അപ്പൊ അത് നമ്മൾ ഓരോന്നും എടുത്ത്, അപ്പൊ ഇനി y raised to 1ന്റെ കോയിഫിഷ്യന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും? ഇവിടെ y ഉള്ള ടേംസ് എടുക്കാം. ഇത് എടുക്കരുത്, ഇത് y raised to 0 കോയിഫിഷ്യന്റ്. അപ്പൊ y raised to 1ന്റെ കോയിഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർ y raised to 1 ഞാൻ y ഉള്ള ടേം y മാത്രമുള്ള y സ്ക്വയർ y ക്യൂബ് ഒന്നുമല്ല, ജസ്റ്റ് y raised to 1 ടേം ഉള്ള. അപ്പൊ 2 into 3 a3. പിന്നെ y എടുക്കരുത്, കോയിഫിഷ്യന്റ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. 2 into 3 a3 പ്ലസ് പിന്നെ ഇതൊക്കെ y സ്ക്വയർ ആണ്. പിന്നെ ഇതാണ് 2a1 അല്ലെങ്കിൽ 2 into 1 a1 എടുക്കാം. പിന്നെ ഇതെല്ലാം y സ്ക്വയർ y ക്യൂബ് ഒക്കെ വരും. പിന്നെ y ഉള്ളത് ഇതാണ് ആൽഫ ബൈ ബീറ്റ -1 a1. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അതുപോലെ y സ്ക്വയർ എടുത്ത് സെപ്പറേറ്റ് കോയിഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. ഇതാണ് അങ്ങനെ നമ്മൾ ചെയ്തു നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പറയാ 70% ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ടൈം ബീയിങ് നമുക്ക് ഇന്ന് ഇത് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.